അത് നമ്മുടെ ക്ലിയർ ഉള്ളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ചെറിയ ഉള്ളി വിളവെടുപ്പാണ്. ഉള്ളി നട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വിളവെടുപ്പും കാണിക്കണ്ട. ഇന്നലെ മഴ പെയ്തപ്പോൾ ഇനി അത് മുളച്ച് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മുളച്ച് വന്നാൽ ചെറിയ ഉള്ളി നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നമ്മളതിനെ വിളവെടുത്ത് കാണിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് കാണാം. അന്ന് നമ്മളിതിൻ്റെ ലീഫൊക്കെ വെട്ടി ഒഴിവാക്കി ഉണക്കാൻ വിട്ടതായിരുന്നു. പിന്നീട് നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിന്ന് കൂടി വെച്ച് കഴിഞ്ഞാൽ നാളേക്ക് മുളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് പ്രയോജനമില്ലാത്തൊരു മുളയായിരിക്കും. കാരണം ഇനി ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് വേറെ ഉള്ളി നടാം. ഇതിൽ നിന്ന് ഇതിൻ്റെ ചെറിയ ഉള്ളിയൊക്കെ എടുത്തിട്ട് നമുക്ക് നടാം. അപ്പോൾ ഇതാണ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉള്ളി കൃഷിയുടെ കാര്യം പറയുകയാണെങ്കിൽ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാം. കൂടുതലായിട്ട് വളമോ വിഷമടിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിത് നട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇനിയും നമ്മൾ ഇത് പറിച്ച് കഴിഞ്ഞതിന് ശേഷം നട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇനി നടുമ്പോൾ നമുക്ക് 2 പാത്രത്തിലേ പറ്റുള്ളൂ. ഇതിൻ്റെ ഈ ഭാഗം പൊട്ടിപ്പോയിട്ടുണ്ട്. ഒരു ബോക്സിൽ ഉള്ളി നട്ടത് 9 ഉള്ളിയാണ്. അപ്പോൾ ആ 9 ഉള്ളിയിൽ നിന്ന് കിട്ടിയതാണിത്. ഇനിയും കിട്ടാൻ പോണത് ഇതാ. വളരെ ചീപ്പായിട്ട്. ഉള്ളിക്ക് എന്താ വില എന്നുള്ളതല്ല, കണ്ടോ. നമ്മൾ ഉണ്ടാക്കിയെടുത്തത് ഇങ്ങനെ പറിച്ചെടുക്കാൻ തന്നെ ഒരു രസകരമായിട്ടുള്ള കാഴ്ചയാണ്. നല്ല ഉതിർന്ന മണ്ണ് വേണം ഉള്ളിക്ക്. കണ്ടില്ലേ, ഉറക്കാത്ത നല്ല ഉതിർന്നിട്ടുള്ള മണ്ണ് വേണം. അതാണ് ഉള്ളി നടുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. അടഞ്ഞ മണ്ണിൽ ഉള്ളി വളരില്ല. നമ്മൾ നട്ടത് വളരെ ചെറിയ ഉള്ളിയായിരുന്നു. പക്ഷെ നമുക്ക് കിട്ടിയത് നല്ല മുഴുത്ത ഉള്ളിയാണ്. നമുക്കിതിൽ ഉള്ളി നട്ട് കാണിക്കാം. നമ്മളാദ്യം നമ്മളെ ഉള്ളിയൊക്കെ ഒന്ന് ക്ലിയറാക്കി എടുക്കട്ടെ. ഇതുണ്ട്, വളരെ സിമ്പിളായിട്ട് നമ്മൾ നട്ട് വളരെ സിമ്പിളായിട്ട് പറിച്ചെടുത്തു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് കാണാത്ത കൃഷികളൊക്കെ നമുക്കിങ്ങനെ കണ്ട് ആസ്വദിക്കാം. പക്ഷെ അതിന് നമ്മൾ സമയം കണ്ടെത്തേണ്ട ആവശ്യമില്ല. ഇതിനൊക്കെ ചെയ്യാനുള്ളൊരു താല്പര്യം മനസ്സുണ്ടായാൽ മതി. ഇതൊന്ന് വൃത്തിയാക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഉണങ്ങിയിട്ട് നമുക്ക് വൃത്തിയാക്കാം. ഉണങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾ വെള്ളം നനവ് നിർത്തിയിട്ട് 2 ആഴ്ച കഴിഞ്ഞു. എന്നാലും നമ്മളൊന്ന് പറിച്ചിട്ട് ചെറുതായിട്ടൊരു ഉണക്കം ഉണക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ലിയറായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ആ ഉണക്കവും കഴിഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ ഉള്ളികൾ അടർത്തിയെടുത്തിട്ട് നമുക്ക് നട്ടുപിടിപ്പിക്കാം ഈ 2 ബോക്സിൽ. അതും കൂടി നമ്മൾ ഈ വീഡിയോയിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അറിയാത്തവരും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇതുപോലൊക്കെ ചെയ്യാൻ മറ്റുള്ളവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ വിളവെടുത്ത് കിട്ടിയ ഉള്ളിയാണിതൊക്കെ. ഇതിൽ നിന്ന് ഇനിയിപ്പോൾ നടാനുള്ള ഉള്ളി നമ്മൾ കുറച്ചെടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് ഏറ്റവും ചെറിയ ഉള്ളി നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. വളരെ ചെറിയ ഉള്ളി നോക്കിയിട്ടാണ് നമ്മൾ നടാനുള്ളതായിട്ട് എടുക്കുന്നത്. ഒന്ന് വൃത്തിയാക്കി എടുക്കണം.
22 ചെറിയ ഉള്ളി നട്ടതാണ് ഇത്രയും ഉള്ളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നടലും വിളവെടുപ്പും കൂടി നമുക്കൊന്ന് കാണാം. ഈ 2 പെട്ടിയിലാണ് നമ്മളിന്ന് നടുന്നത്. നമുക്ക് ഉള്ളി കൊണ്ടും കിട്ടാനുണ്ട് അല്ലേ, പറിച്ചെടുത്തത് ഫുള്ളായിട്ട് പോന്നിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ചാണകപ്പൊടി. നടുന്നതും വിളവെടുക്കുന്നതൊക്കെ വളരെ എളുപ്പത്തിലാണ്, വളരെ ഫാസ്റ്റിൽ ചെയ്യാവുന്നതാണ്. ഇതിനത്ര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു വിള എന്നല്ല. നമ്മൾ നട്ട് ശീലിച്ച് നോക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇതിന് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇനി ഇതാ എടുത്ത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇതേപോലെ ഇതിലും അത് നമ്മുടെ ക്ലിയർ ഉള്ളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 1 കിലോത്തിൻ്റെ 1 കിലോ ഉള്ളിയാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ നട്ടതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി വേണമെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് കാണാം, കാണാത്തവർക്ക് വേണമെങ്കിൽ ഇതിൽ നിന്നും കാണാം. അപ്പോൾ ഇതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇതൊക്കെ. ക്ലിയർ ഉള്ളി നല്ല രീതിയിലുള്ള ഉള്ളിയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നേരിട്ട് കാണുന്ന കാഴ്ചകളാണ്, അല്ലാതെ കളങ്കൊന്നും ഒന്നുമില്ല. അപ്പോൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇതുപോലൊക്കെ ചെയ്തു നോക്കാം.